ഇന്ന് ഒക്ടോബർ 1 ലോക വയോജന ദിനം. വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്. അതിനെ തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. നമ്മുടെ നല്ല നാളുകൾ മറഞ്ഞ് വേറൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ഇന്ന് ലോക വയോജന ദിനം ആചരിക്കുന്ന ഈ ദിവസത്തിൽ തൻ്റെ പ്രായമോ അല്ലെങ്കിൽ പ്രായത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ കണക്കാക്കി എടുക്കാതെ ഇന്നും പത്രപ്രവർത്തന രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അത് വേറെ ആരുമല്ല, തിരുനക്കര കോട്ടയം മലയാള മനോരമ ഏജന്റായ മുരിക്കനാട്ട് MA കുര്യൻ ചേട്ടനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഭാര്യ എലിസബത്ത് പുലർച്ചെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് പത്രവിതരണത്തിന് പോകുന്നതിനുള്ള ചിട്ടകളെല്ലാം ക്രമീകരിക്കും. സ്വന്തം പേരിലേക്ക് ഏജൻസി മാറ്റിയിട്ട് 47 വർഷമായി. ഇത്ര വർഷത്തെ ഒരു ഒരു അനുഭവം ഉണ്ടല്ലോ പത്ര പ്രവർത്തന രംഗത്ത്. അതിനെ എങ്ങനെയാണ് ചേട്ടൻ നോക്കി കാണുന്നത്? ഞാനത് നന്നായിട്ട് തന്നെ ഇതിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം 3 തലമുറകളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊരു മടി വരാൻ പാടില്ല. മടി വന്നാൽ സൂക്കേട് വന്നാൽ പോലും കിടക്കാൻ പറ്റാത്ത, അപ്പനും അമ്മയും മരിച്ചാൽ പോലും പത്രം കൊടുക്കാതിരിക്കാൻ പറ്റാത്ത വണ്ടി ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതിൽ നിന്ന് വരുമാനം എത്രയാണെന്ന് ഉള്ള പ്രതീക്ഷിക്കാതെ 600 രൂപ 800 രൂപ ഓട്ടോ കൂലി കൊടുത്ത് ആ ഓട്ടോ ഡ്രൈവറെ കൊണ്ട് പത്രം ഇടിപ്പിച്ച് 6 മാസത്തോളം വരെ വണ്ടി ഇടിച്ചിട്ട് കിടന്നിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പനും അമ്മയും മരിച്ചിട്ട് അടക്കത്തിന് പോലും പത്രം വിതരണം ചെയ്ത് കഴിഞ്ഞ ശേഷമേ പോയിട്ടുള്ളൂ. ഇതിപ്പോ എത്ര വയസ്സ് മുതൽ തുടങ്ങിയതാണ്? എൻ്റെ 15ാമത്തെ വയസ്സ് മുതൽ, ഞാൻ പള്ളിക്കൂടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ അപ്പൻ എന്നെ പത്രം കൊടുക്കാനും പൈസ പിരിക്കാനും എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഏതാണ്ട് 3 മൈൽ ദൂരം കോട്ടയത്ത് വന്ന് വേണം പഠിക്കാൻ. അത് വണ്ടിക്കൂലിക്ക് പോലും പൈസ തന്നാൽ അന്ന് ബസ്സിൽ കയറാൻ ഭയങ്കര തിരക്കാണ്. എത്രാം ക്ലാസ്സിലാണ് അപ്പൊ പഠിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്? നമ്മൾ ഫസ്റ്റ് ഫോം എന്നൊക്കെ പണ്ടത്തെ കാലത്ത് പറയുന്നത്, അതായത് ഇപ്പോഴത്തെ 6ാം ക്ലാസ് ആയിരിക്കണം. 5 ക്ലാസ് പഠിച്ചു കഴിഞ്ഞ് പ്രൈമറി സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലോട്ട് വരിക. അങ്ങനെ വരുമ്പം MG സെമിനാരിലാണ് കോട്ടയത്ത് പഠിച്ചത്. കളത്തിപ്പടിയിൽ നിന്ന് നടന്നു തെറ്റിച്ചാണ് സ്കൂളിൽ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കോളേജിലോട്ട് പോയി. കോളേജിൽ പോകുമ്പോഴും വീട്ടിൽ നിന്ന് വണ്ടിക്കൂലി തരും, പക്ഷെ തിരിച്ചും പോകാനുള്ള വണ്ടിക്കൂലി കിട്ടും. പക്ഷെ ബസ്സിൽ കയറാൻ നോക്കിയില്ല, അത്രയ്ക്ക് തിരക്കാം. ബസ് കുറവ്, തിരക്ക് കൂടുതൽ. പിന്നെ കോളേജിലൊക്കെ പോകുമ്പോൾ ഒരുമാതിരി നന്നായിട്ട് പിന്നെ ഡ്രസ് ചെയ്തൊക്കെ ഇല്ലേ പോകണ്ടേ. ചിലപ്പോൾ കഴുത്തെ മാല കാണും, PG സിൽക്ക് ജുബ്ബ കാണും, കശവും മുണ്ട് കാണും. അങ്ങനെയൊക്കെ തന്നെ അപ്പം വളർത്തിയത്. എന്നെ നടന്നു വരാൻ നല്ല രസമായിരിക്കുമല്ലോ ആ സമയത്ത്. പിന്നെ അത് എനിക്ക് കൂട്ടുകാരെന്ന് പറയാനായിട്ട് പള്ളിക്കൂടം പിള്ളേരല്ല, ബീഡി തീർക്കുന്ന തൊഴിലാളികൾ, പിന്നെ ഈ രാഷ്ട്രീയം പറയുന്ന തൊഴിലാളികൾ, ഇങ്ങനെയുള്ള ആളുകളാണ് ഈ കളത്തിപ്പടിയിൽ നിന്ന് കോട്ടയത്തിന് നടക്കാൻ കൂട്ടുന്നത്. ഓ, അത് ശരിയാ. കൂട്ടുകാരോടല്ല, ഇവരുടെ കൂടെയാണ് നടന്ന് കോളേജ് വിട്ട് വന്നുകൊണ്ടിരുന്നത്. അതെ. 76 വർഷത്തെ പാരമ്പര്യവുമായി പത്രലോകത്ത് സജീവമായി നിൽക്കുന്ന ആളാണ് തിരുനക്കര കോട്ടയം ഏജന്റായ മുരിക്കനാട്ട് ME കുര്യൻ. കുര്യന് 15 വയസ്സുള്ളപ്പോൾ പിതാവ് AK എബ്രഹാമിനൊപ്പം പത്രവിതരണത്തിന് ഇറങ്ങിയിരുന്നു. അന്നു മുതലാണ് മനോരമയുമായുള്ള ദീർഘകാലത്തെ ബന്ധം ആരംഭിക്കുന്നത് തന്നെ. ഈ 38 കൊല്ലം ജോലിയോടൊപ്പം ഇതും ചെയ്തു വീണ്ടും. എന്നിട്ട് ഞാൻ എൻ്റെ കല്യാണം വന്നപ്പോഴും എൻ്റെ അപ്പം മരിച്ചപ്പോഴും അമ്മ മരിച്ചപ്പോഴും പത്രത്തിൽ നിര്യാതർക്കോളത്തിൽ വാർത്ത കൊടുത്തതിനകത്ത് മനോരമ ഏജൻ്റെന്ന് മാത്രമേ സാഹിത്യ പ്രവർത്തക സംഘത്തിലെ NBSന്റെ മാനേജരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് അങ്ങനെ പറയാതിരുന്നത്? എനിക്ക് അഡ്രസ്സ് മനോരമ ഈ രംഗത്തേക്ക് വന്നത് അങ്ങനെയാണ്. അപ്പം പറഞ്ഞു, ഞാൻ ചെയ്തു. അതിപ്പോഴും തുടർന്നു. 2002 സാഹിത്യ പ്രവർത്തക സംഘത്തിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്തു. പിറ്റേ ദിവസം പത്രം മുഴുവൻ, ടോട്ടൽ പത്രം, ഇത്രയും പത്രം
ലിസ്റ്റ് എഴുതി തന്നേച്ച് പറയും നീ നാളെ തൊട്ട് കൊടുക്കണമെന്ന്. അപ്പൻ എന്നോട് പറയും. അന്നൊക്കെ സൈക്കിളാണ്. 2002 ഞാൻ സൈക്കിളാണ് ഉപയോഗിച്ചത്. 22 കൊല്ലമായി അപ്പൻ എന്നെ ഏൽപ്പിച്ചിട്ട്. എൻ്റെ സഹോദരങ്ങൾ ഈ പത്രത്തിൻ്റെ ആദായം കൊണ്ടാണ് അപ്പൻ ഞങ്ങളെയെല്ലാം പഠിപ്പിച്ചത്, മക്കളെ കെട്ടിച്ചത്, വീട് വെച്ചത്. ഇതെല്ലാം ഈ പത്രത്തിൻ്റെ വരുമാനം കൊണ്ടാണ്. പക്ഷേ എനിക്കിതിനൊന്നും സാധിച്ചിട്ടില്ല. എനിക്കിന്നും ഒരു വീടില്ല. ആ പത്രം 1200 300 ചുരുക്കി. ആ 300 പത്രം കൊണ്ടാണ് ഇപ്പം ഞങ്ങൾ കഴിയുന്നത്. ഇപ്പൊ 300 പത്രമേ വിൽക്കുന്നുള്ളൂ, കൊടുക്കുന്നുള്ളൂ. അതിനുള്ള ശേഷിയേ ഉള്ളൂ. അതുകൊണ്ട് മുന്നിലോട്ടെ കൊടുക്കാമായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. പക്ഷെ പിന്നെ ആരോഗ്യം സമ്മതിക്കുന്നില്ല. ആരോഗ്യത്തിന്റെ ഇതുകൊണ്ടാണോ അങ്ങനെ കുറച്ചത്? പിന്നെ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഞങ്ങൾ രണ്ടും മാത്രമേ ഒരു മകനുള്ളത് മരിച്ചു. തിരുനക്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് പത്രക്കെട്ടുകൾ എടുത്ത് സ്കൂട്ടറിലും അടുത്ത വീടുകളിലുമെല്ലാം നടന്നുമാണ് പത്രവിതരണം കുര്യൻ നടത്തുന്നത്. ഇപ്പൊ എങ്ങനെയാ വിതരണം ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ഒരു പഴഞ്ഞ സ്കൂട്ടറുണ്ട്. ആ സ്കൂട്ടറിലാണ് പോകുന്നത്. ഏറിയ പറയാൻ കോട്ടയത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഞാൻ പോകുന്നുണ്ട്. ഇവിടം വരെയുണ്ട് പത്രം. ഞാൻ ഇവിടുന്നല്ലേ പോകുന്നത്. ഇവിടുന്ന് പത്രം കൊണ്ട് ഇങ്ങനെ ഇവിടുന്ന് നേരെ പോയി പത്രം എടുത്ത് തിരിച്ച് 5 മണിക്ക് മുമ്പേ ഇവിടെ വരും. ഇവിടുത്തെ പത്രം വിതരണം കഴിഞ്ഞേച്ചാണ് പിന്നെ അതിലേ പോയാൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അതിലേ പോയി ട്രാൻസ്പോർട്ടിൻ്റെ അങ്ങോട്ട് പോയി അവിടുന്ന് തിരിച്ച് കറങ്ങി ഇങ്ങനെ വന്ന് ചന്തക്കകത്ത് കോഴിച്ചന്തക്കകത്തൂടെ പോയി മാർക്കറ്റിൽ പോയി ചന്തക്കടയിൽ പോയി അവിടുന്ന് തിരിച്ച് കയറി ബസേലിയസ് കോളേജിൻ്റെ അവിടെ വരും. ബസേലിയസ് കോളേജിൻ്റെ അവിടെ നിന്ന് കളക്ടറേറ്റ് വരെയുണ്ട്. കളക്ടറേറ്റിൽ നിന്ന് തിരിച്ച് വന്നാൽ നാമ്പടത്തിന് പോകും. നാമ്പടം കഴിഞ്ഞിട്ടാണ് തിരിച്ച് ബേക്കറി ജംഗ്ഷൻ വഴി കറങ്ങി ഭൂമി ഉള്ളതാണെന്ന് തെളിയിച്ച് ഞാൻ വീട്ടിൽ വരും. പണ്ടത്തേതിനെ അപേക്ഷിച്ച് ഇപ്പം പത്രത്തിന് ഒരു പ്രാധാന്യമുണ്ടോ? പത്രത്തിന് നിര്യാതർഗോളമാണ് അത്യാവശ്യം. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ സിനിമയിലെ ഇതൊക്കെ ഒരു വാർത്ത അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ അതൊരു 1/4 മണിക്കൂർ നേരം. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റിയുടെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാലും തിരിയും. ഒരു ഇന്റർവെല് കഴിയുമ്പോഴത്തേക്കും പരസ്യം കഴിയുമ്പോൾ ബ്രേക്ക് കഴിയുമ്പോൾ പിന്നെയും അടുത്തത് തുടങ്ങുന്ന ഇതാ വീണ്ടും എത്ര നേരം കേൾക്കണം. ഒരു ഹേമ കമ്മിറ്റി പറഞ്ഞാൽ പിന്നെ ദിവസം മൊത്തം അത് തന്നെയായിരിക്കും. അതുകൊണ്ട് അത് ഒരു ഹെഡിങ് കേൾക്കുക, ഞാൻ നിർത്തുക, അതേ ഉള്ളൂ. എന്റെ കാര്യമാണ് പറഞ്ഞ കേട്ടോ. കൂടുതലും വാർത്തകൾ അറിയുന്നത് പത്രത്തിലൂടെ തന്നെയാണ്. അതെ അതെ. ഈ ദേശാഭിമാനിയുടെ പത്ര ഓഫീസിൽ നിന്ന് ഇപ്പൊ അവരുടെ ഭരണമാണല്ലോ, ഇവരെല്ലാരും ഒരു ഗ്യാങ് അങ്ങോട്ട് ചെല്ലുന്നത്. അത് മുഴുവൻ LDF വരാം. ചെന്ന് നിവൃത്തിയില്ലെങ്കിൽ ഈ കൂലിപ്പണിക്കാരൻ 1 കൊല്ലത്തെ കാശ് വരും. അത് കമ്മീഷൻ കൊടുക്കും. പത്രം 1 കൊല്ലത്തേക്ക് 1 കൊല്ലത്തേക്ക് ഫ്രീയാണ് എന്ന് നമ്മൾ പറയും. പക്ഷെ മോളുടെ അടുക്ക ഞാൻ പത്രം കൊണ്ടുവന്ന് ഇവര് LDFകാർ ഒരു ദേശാഭിമാനി എടുക്കണം 1 കൊല്ലത്തേക്ക് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടാണേലും ഒരു നിവൃത്തിയില്ലല്ലോ എന്നും പറഞ്ഞു നമ്മൾ ആ പൈസ കൊടുത്ത് പത്രം പിന്നെ ഇവിടെ മേടിച്ചിടും. അവരുടെ മക്കളോ അവരുടെ ഭാര്യയോ ആരും വായിക്കുന്നു. ആ കെട്ടിയവൻ ചിലപ്പം കൂലിപ്പണിക്ക് പോകാനുള്ളവനാണ്. അത് പത്രം നേരെ മറിച്ച് മനോരമ എന്നാൽ വൈകിട്ട് അവന് കിട്ടിയിരുന്നു വായിക്കും. അതാണ് അതിൻ്റെ ട്രെൻഡ്. ദേശാഭിമാനി ചിലപ്പം വായിച്ചിട്ടുണ്ട്, കുറയാതെ ആ പത്രം വീട്ടിലാണ്. എന്നോട് മനുഷ്യനും ദേശാഭിമാനി ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. കാരണം എനിക്ക് ദേശാഭിമാനി ഇല്ല. അതെല്ലാവർക്കും അറിയാം ഇത്രയും കാലത്തിനിടയ്ക്ക്. അതുകൊണ്ട് അല്ല, മനോരമ തന്നെ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്ന് ചേട്ടൻ എന്താണ് തോന്നുന്നത്? എല്ലാരും അങ്ങനെ മനോരമ വേണമെന്ന് പറയുന്നത് അതിന്റെ ഭാഷാഘടനയും അതിന്റെ എക്സിബിഷൻ, അതായത് അവര് മനോരമ പത്രത്തിലൂടെ കാണിക്കുന്ന ആ ഒരു രീതിയാണോ? പത്രം എടുക്കുമ്പോ തന്നെ നമുക്കൊരു ഇത് കണ്ടാ മനോരമയാന്നറിയാം. അപ്പൊ ഇനിയും മുന്നോട്ട് തന്നെ ഈ ഒരു ഇതിലോട്ട് പോകാനാണ് താല്പര്യം. ഇത് തീരുന്നവരെ അല്ലെ എന്റെ ഒടുക്കം വരെ ഞാൻ ഇതും കൊണ്ട് നടക്കുക രക്ഷയില്ല. ഇന്ന് പ്രായമായവരെ പാതി വഴിയിൽ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ കൊണ്ട് ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത്. വൃദ്ധസദനങ്ങളിലോ അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും സ്ഥലങ്ങളിലോ കൊണ്ട് ഉപേക്ഷിച്ച് തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു ജനതയെ തന്നെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. അത് മാറിയെടുക്കാൻ ഈ വയോജന ദിനത്തിൽ നമ്മുടെ നാടിന് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന് കഴിയും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.